ലേറ്റ് ആയാലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഐറ്റം ഞാനും ട്രൈ ചെയ്ത് നോക്കി. നോർമൽ ക്രീം ബന്നും അതുപോലെ തന്നെ ബട്ടർ ക്രീം ബന്നും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബട്ടറിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് ബട്ടർ നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബണ്ണൊന്ന് ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് 2 സൈഡും ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഈ ഒരു ബട്ടറിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ ഇതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ സംഭവം ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്, കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബണ്ണൊന്ന് ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ബട്ടറിൻ്റെ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി സൈഡിലും കൂടെ ഞാൻ ഈ ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ വീഡിയോയിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളതിൽ ഞാൻ ഒരുപാട് അങ്ങനെ ബട്ടറൊന്നും സ്പ്രെഡാക്കി കൊടുത്തിട്ടില്ല, കുറഞ്ഞ അളവിൽ മാത്രമേ സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ബൺ മസ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇത് ചായയിൽ മുക്കി കഴിക്കുന്ന സമയത്താണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഡയറക്റ്റ് കഴിച്ചപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് തോന്നിയത്.